കാലം കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഷൈമ ബ്രദറിനെ തൻ്റെ ഫാമിലിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ കർത്താവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കൊടുത്ത നിയോഗപ്രകാരം, കർത്താവർക്ക് കൊടുത്ത ആലോചന പ്രകാരം ഇങ്ങനെ ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചിന്തിക്കുന്നത് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അനേക സമയം അവര് ഈ സൂമിലൂടെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് അവരുടെ ആത്മീക വർധനവിനും അവരുടെ ഭൗതിക മേഖലകളിലും വലിയ ദൈവിക വിടുതലും ആശ്വാസവും കരുത്തുമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം മുഖവരിയായി അധികം ഒന്നും സംസാരിക്കുവാൻ ഇടയാകാതെ ദൈവം തന്ന ചിന്തകളിലേക്ക്, ആലോചനകളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗം ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് വായിക്കാം, ചിന്തിക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 20-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പറയുന്നത്: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, ഹൃദയത്തിലെ ആഗ്രഹം നൽകട്ടെ, താല്പര്യം ഒക്കെ നിവർത്തിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്ന ദൈവം, അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നമുക്ക് ഇന്ന് രാത്രി ഒരുമിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്ന ദൈവം, ആഗ്രഹം ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ഈ വേദഭാഗം തന്നെ 21-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോഴും 37-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോഴും ഇതുമായി കണക്ട് ചെയ്ത അനേക ചിന്തകൾ നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്ന ദൈവം, നമുക്കറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആരും തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആശകളും ഇച്ഛകളും ഒക്കെ തിങ്ങി നിറഞ്ഞതാണ് മനുഷ്യന്റെ ലൈഫ്. എന്നാൽ ഇത് രാത്രികാലം ഓർക്കുക, വചനം പറയുന്നു ആ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ അവരുടെ അറിവിലും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അനേക ആഗ്രഹങ്ങൾ അവർക്കുണ്ട്. അത് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളോട് പോയി സംസാരിച്ചാൽ അവർക്കും ഉണ്ട് ഹൃദയത്തിൽ പലവിധമാകുന്ന ആഗ്രഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രികാലം നമുക്കറിയാം, 4-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യം കിടക്കുന്നുണ്ട്: ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാല സ്ഥലത്താക്കി. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ഞാൻ യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു ഞെരുക്കം വന്നപ്പോൾ നിലവിളിക്കുന്ന ഭക്തനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ പ്രവാചക ശിഷ്യന്റെ അടുത്ത് അവിടുത്തെ ദാസന്മാർ ചെന്നിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ കാണാൻ കഴിയും. ഞങ്ങൾ ഇടുക്കത്തിലിരിക്കുന്നു, ഞങ്ങൾക്കൊരു വിശാലത വേണം. ഹല്ലേലൂയ. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണേ. ഞങ്ങൾ ഇടുക്കത്തിലിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരു വിശാലത വേണം, വിശാലത വേണം. അവർക്കൊരു ആഗ്രഹം തോന്നുക. അത് പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. പ്രവാചകൻ അത് കേട്ടു. എന്നിട്ട് ഇവര് ഒന്നിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അവര് മരം വെട്ടാൻ പോകുന്നതിനെ പറ്റിയൊക്കെ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധമായ ആഗ്രഹങ്ങൾ ഉണ്ട്. ആത്മീക മേഖലയായാലും ഭൗതിക മേഖലയായാലും ശാരീരിക വിഷയങ്ങളായാലും നമ്മുടെ കുടുംബത്തിലായാലും സഭാതലത്തിലായാലും ശുശ്രൂഷ മേഖലകളിലായാലും അതുപോലെ പല മേഖലകളിലും ആഗ്രഹം ഉണ്ട്, അല്ലെ? ഇതൊന്നും മാറിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതിനൊരു അല്പം കൂടെ മാറ്റം ഉണ്ടായാൽ കൊള്ളാം, ഈ ഒരു സാഹചര്യത്തിന് അല്പം കൂടെ വ്യത്യാസം ഉണ്ടായാൽ കൊള്ളാം. പക്ഷേ നമ്മുടെ പരിമിതിയും നമ്മുടെ അറിവിന്റെയും നമ്മുടെ ജ്ഞാനത്തിന്റെയും നമ്മുടെ ചിന്തകളുടെയും എല്ലാം പരിമിതിയിൽ നിന്നുകൊണ്ട് പലതും നമുക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല. ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ ഇവര് ആഗ്രഹിച്ചു, രണ്ടാമത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിൽ 4-ാം സങ്കീർത്തനത്തിൽ നിലവിളിക്കുക, വിശാലതയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഈ പ്രാരംഭത്തിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, ഒരു വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ എപ്പോഴും നമ്മൾ നമ്മുടെ മസിൽ പവറോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പലവിധമായ ഒരു കാര്യവും അല്ല. ഇന്ന് രാത്രികാല സകല വിഷയത്തിനും ഹല്ലേലൂയ മറുപടി തരുവാനും പ്രവർത്തിക്കുവാനും സർവശക്തി
സർവശക്തനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ച സങ്കീർത്തനം 20-ാം സങ്കീർത്തനത്തിൽ അതൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ദാവീദ് പറയുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 20-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാത്രികാലം വളരെ ശ്രദ്ധാപൂർവം എന്നെ കേൾക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ച ഇങ്ങനെയാണ്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ ജ്ഞാനത്തിലോ എൻ്റെ കഴിവിലോ എൻ്റെ ബലത്തിലോ എൻ്റെ ശക്തിയിലോ എൻ്റെ പണത്തിലോ എൻ്റെ സ്വാധീനത്തിലോ എൻ്റെ ബന്ധങ്ങളിലോ ഒന്നിലുമല്ല. ഇന്ന് രാത്രികാലം ഞാൻ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. ആ ഭക്തൻ തന്നെ പറയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകി തരും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മള് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെ ആഗ്രഹമുണ്ടായിരുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും, പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ ആത്മീക ഹല്ലേലൂയ കൂട്ടായ്മയിൽ ഒന്നിച്ച് നാം കൂടിയിരിക്കുമ്പോൾ ഈ ദൈവവചന ധ്യാനവും ദൈവിക ആലോചനകളും ആ ദൈവിക വചനത്തിന്റെ പഠനവും നമ്മുടെ ആത്മീക ജീവിതത്തിലും നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളിലും എല്ലാം ഒരു വിടുതലും അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയാണ് എബേസ്. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം 9-10 ആ ചെറിയ ഷോർട്ട് വാക്യങ്ങളിൽ മാത്രമേ ഈ എബേസിനെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആരായിരുന്നു എബേസ്? എബേസ് എന്ന് പറയുന്നത്, എബേസ് ഒരു വ്യസന പുത്രനായിരുന്നു. എബേസ് ഒരു വ്യസന പുത്രൻ. അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. എന്നാൽ ഈ എബേസിന്റെ ജീവിതവും പശ്ചാത്തലമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിലും ഒത്തിരി തിത്വാനുഭവങ്ങളിലൂടെ ഒരു പക്ഷേ കടന്നു പോയിട്ടുണ്ടാകാം. പലവിധമാകുന്ന ആ ചിന്താക്കുഴപ്പങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ആഞ്ഞടിച്ചിട്ടുണ്ടാകാം. എന്നാൽ എബേസിനെ പറ്റി നമ്മൾ കാണുമ്പോൾ തന്റെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തന്റെ ചില ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുക. എന്താ താൻ പറയുന്നത്? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. 3 അനർത്ഥം എനിക്ക് വ്യസനമായി തീരരുത്. 4 ഹല്ലേലൂയ, എൻ്റെ അതിര് വിശാലമാകണം, എൻ്റെ അതിര് വിശാലമാകണം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കൈ എന്തോ ചെയ്യണം? നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അതൊരു വലിയ പ്രാർത്ഥനയല്ല, അത് ആഴമേറിയ പ്രാർത്ഥനയല്ലേ? ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാം ഉണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ മാന്യതയാ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാ യാക്കോബ് എന്ന് പറയുന്നത്. യാക്കോബ് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നതും ദൂതനുമായി മല്ല് പിടിച്ചതും ഒക്കെ നമുക്ക് ഏവർക്കും പരിചയമുള്ളതാ. എന്താ യാക്കോബിന്റെ ജീവിതത്തിൽ അന്ന് രാത്രി സംഭവിച്ചത്? യാക്കോബ് കേവലം ഭൗതികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി അല്ല ദൈവത്തിന്റെ പാതമെടുത്തിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തനിക്കുള്ളതിനെ എല്ലാം അക്കരെ കടത്തിയതിന് ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തന്റെ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ ആടുമാടുകളുമുണ്ട്, സ്വത്തുക്കളുണ്ട്, നന്മകളുണ്ട്, എല്ലാ മാന്യതകളും അനുഗ്രഹത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹത്തിനായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിച്ചാൽ അത് ഏറ്റവും മേത്തരമായി ഈ ലോകത്തിലുള്ള എല്ലാ അനുഗ്രഹത്തെക്കാട്ടിലും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിനായി എത്ര പേർ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ഒക്കെ ദൈവത്തിന്റെ നമ്മൾ എപ്പോഴും അഭിസംബോധന ചെയ്യാറുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വീട്ടിൽ വ്യസന പുത്രനാ, വീട്ടിൽ ഹല്ലേലൂയ എല്ലാവർക്കും ഒരു നിന്ദാ വിഷയമാ, വീട്ടിൽ എല്ലാവർക്കും ഒരു അപമാനിതനാ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, സാഹചര്യങ്ങൾ മുഴുവൻ എതിരാ, എല്ലാ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ ഈ മനുഷ്യൻ ജബ്ബേസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. രണ്ടോടെ വായിക്കുമ്പോ കാണാം, ദൈവത്തിന്റെ കൈ എന്റെ
കൂടെ ഇരിക്കണം. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല, എനിക്ക് നല്ല വാക്ക് പറയാൻ ആരുമില്ല, എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരുമില്ല, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. എന്ന ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കണം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കൈ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത. അനേക വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് ആ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് വാർത്താലും അവിടെ നിന്റെ കൈ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൈ എന്തുവാ? ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, യബ്ബേസിന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത് നീ എന്നെ അനുഗ്രഹിക്കണം, രണ്ടാമത് നിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. ഇന്ന് രാത്രിയിൽ പലരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് പറയുന്ന പലരും മാറിപ്പോയാലും, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് കരുത്ത് തരുമെന്ന് ചിന്തിക്കുന്ന പലരും മാറിപ്പോയാലും, ഇന്ന് രാത്രി വിശ്വസിക്കണം, നിന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ട്. നിന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ട്. നീ ഏതൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴും, നീ ഏതൊക്കെ വിഷയത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും നിന്നെ നടത്തുന്ന ഒരു കരമുണ്ട്. അല്ലെ, നിലവിളിയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മറക്കരുത്, യബ്ബേസിന്റെ ഒരു ആഗ്രഹമായിരുന്നു, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം, നിന്റെ കൈ എന്റെ കൂടിരിക്കണം. മൂന്നാമത്തെ വിഷയം, അതിര് വിശാലം ആകണം. അതിര് വിശാലമാകണം. ഇന്ന് രാത്രികാലം എന്റെ പ്രിയമുള്ളവരെ, എന്താ ഈ അതിരെന്ന് പറയുന്നത്? അതിരിനെ പറ്റി അറിയാത്ത ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാത്രികാലം അതിരെന്ന് പറയുമ്പോൾ പല തരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീടുകൾക്കും സ്ഥലത്തിനും ഒക്കെ അതിരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു പരിധി എന്ന് പറഞ്ഞാൽ എന്റെ ലിമിറ്റേഷൻ, അല്ലേ? ഞാൻ പാകിയിരിക്കുന്ന അഴികളുണ്ട്, ദുഷ്ടപിശാച് വെച്ചിരിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട്, എന്റെ സമൂഹം വെച്ചിരിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട്, എന്റെ കൂട്ടുകാർ വെച്ചിരിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട്, എന്റെ സഭാ വിശ്വാസികള് എന്നെ പറ്റി വെച്ചിരിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട്. എന്റെ പേരൻസ് വെച്ചിരിക്കുന്ന ബൗണ്ടറീസ് ഉണ്ട്. ഇന്ന് രാത്രികാലം ഇതിനെ എല്ലാം പൊട്ടിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിന്റെ അകത്തുനിന്ന് നീ പുറത്തു വരുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാക്യത്തിൽ നിങ്ങൾ കണ്ടോ, ഹല്ലേലൂയ, നീ എന്നെ അതിന് വിശാലമാക്കണം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ഒരു അവസ്ഥ പോരാ, ഇതിനകത്തുനിന്ന് എനിക്കൊന്ന് പുറത്തു വരണം. ഹല്ലേലൂയ, എന്റെ സമൂഹം മുഴുവൻ എന്നെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഒരു അനുഭവമുണ്ട്, എന്നെ പറ്റി ഹല്ലേലൂയ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലയുണ്ട്, എനിക്ക് അതിന്റെ അകത്തുനിന്ന് പുറത്തു വരണം. നമുക്കെല്ലാം പരിചയമായ ഉള്ള ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. എന്താ ദാവീദിന്റെ ജീവിതത്തിൽ? ദാവീദ് കാട്ടിലാടിനെ മേയ്ക്കാൻ പോയി. അവന്റെ പേരൻസ് വിചാരിച്ചു അവന് പറ്റിയ ജോലി അതാ. അവന്റെ സഹോദരന്മാർ ചിന്തിച്ചു അവന്റെ ഫ്യൂച്ചർ അവിടെ കൊണ്ട് തീരും. എന്നാൽ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ കടന്നു വന്നപ്പോൾ നിയോഗം ലഭിക്കുന്നില്ല. 6 പേരെ നോക്കി കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരുത്തനുണ്ട്, ഒരുത്തൻ. അവനെ കൊണ്ട് ഗുണമില്ല. അവനെ കൊള്ളാമെന്ന പണി അതാ. അതിനുവേണ്ടി അവനെ വിട്ടേക്കുക, അവനെ വരുത്താൻ പറഞ്ഞു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതി ഹല്ലേലൂയ നിന്നെ പറ്റി ആ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിര് വിശാലമാക്കി ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു അർഹതയുമില്ലാത്ത ഈ ഒരു സാധുവായ മനുഷ്യനെ ദൈവം ഒരു വലിയ പൊസിഷനിലേക്ക്, സിംഹാസനത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നത് കണ്ടോ? ദാവീദ് തന്നെ തന്റെ ടെസ്റ്റ്മണി ഇങ്ങനെ പറയുന്നത്, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നു ഉപേക്ഷിച്ചു, എങ്കിലും എന്റെ ദൈവം എന്നെ ചേർത്തു. ഇന്ന് രാത്രി ഏതൊക്കെയോ ബ്രാക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ എവിടൊക്കെയോ ഒതുങ്ങി ഇരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവിന് രാത്രികാലം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ അതിരുകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരും. ഇന്ന് രാത്രി നിനക്ക് ആഗ്രഹമുണ്ടോ നിന്റെ ആത്മീക മേഖലകളിൽ ഒരു പൊളിച്ചുപണി? ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരട്ടെ, നിന്റെ ആത്മീക കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഹല്ലേലൂയ. നിന്റെ ചിന്തകൾ മാറട്ടെ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഒരു കാലത്തിൽ മുന്നിൽ നിന്ന ഹല്ലേലൂയ ആരൊക്കെയോ ഇന്ന് രാത്രി പിന്നിലേക്ക് പോയിരിക്കുന്ന അനുഭവം, ഉപവാസം എവിടെയൊക്കെയോ കുറഞ്ഞു പോയി. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന് ഒരു കാഴ്ചപ്പാട്, അതൊരു വിശാലതയിലേക്ക് വരട്ടെ. അതിന്റെയൊക്കെ അതിരുകൾ ഇന്ന്
രാത്രികാലം വിശാലപ്പെടട്ടെ. ആത്മീക മണ്ഡലത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു വിശാലതയ്ക്ക് വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ അതിരൊന്ന് വിശാലമാകണം, എന്റെ കോണ്ടാക്ട്സ് ഒന്ന് വിശാലമാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്റെ സംവിധാനങ്ങൾക്കെല്ലാം ഒരു വിശാലത വേണം. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നാലാമത്തെ വിഷയം, അനർത്ഥം എനിക്ക് വ്യസനമായി തീരരുത്. അനർത്ഥം എനിക്ക് വ്യസനമായി തീരരുത്. നിങ്ങൾ ഈ 4 കാര്യം ചേർത്തൊന്ന് പഠിച്ചു നോക്കിക്കേ. ആരാ ഇത് പറയുന്നത്? സാധുവായ ഒരു മനുഷ്യനാ പറയുന്നത്. സമൂഹത്തിൽ ഒരു അംഗീകാരമില്ലാത്ത ഒരു മനുഷ്യനാ പറയുന്നത്. കാരണം ഒരുത്തന്റെ പേര് ജബ്ബേസ്, വ്യസനപുത്രൻ. അവന്റെ ആയുഷ്കാലം മുഴുവൻ അത് പിന്തുടരുകയല്ലേ. എന്നാൽ ഈ യാത്രയിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവൻ ആഗ്രഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ ഇതാണ്: ഈ 4 കൂട്ടം കാര്യങ്ങൾ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. നിന്റെ കൈ എന്റെ കൂടിയിരിക്കണം. എന്റെ അതിര് വിശാലം, അല്ലിയ അതിരുകളെ എന്ത് ചെയ്യണം? വിശാലപ്പെടുത്തണം. അല്ലിയ അനർത്ഥം വ്യസനമായി തീരരുത്. അവൻ ചോദിച്ചതിനെ, ആ വാക്ക് നിങ്ങൾ കണ്ടോ? അവൻ ചോദിച്ചതിനെ ദൈവം അവന് നൽകി. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അത് ദൈവം അവന് നൽകിയെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അത് തരുന്നൊരു ദൈവമാ. ഇവിടെ നോക്കിക്കേ. ഹല്ലേലൂയ. ഇവൻ ഇനി ഉയർച്ചയില്ല, ഇവൻ ഇങ്ങനെ തന്നെ, ഇവനൊരു മുന്നേറ്റമില്ല. ഇവൻ ഇനി എന്ന് ചിന്തിച്ച മേഖലയിൽ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പല്ലേ, ഒരു കുതിച്ചു ചാട്ടമല്ലേ. ഇന്നലെ ഭൂതകാലങ്ങൾ എങ്ങനെയായിരുന്നു അതൊന്നും വിഷയമല്ല. എന്നാൽ പ്രസന്റ് ടൈമിൽ എല്ലാവരാലും മാനിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലല്ലേ. അങ്ങനാണെങ്കിൽ ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലെ, എല്ലാവരാലും അല്ലിയ മനസ്സിലാകുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ആര് കയറി വന്നു? യബ്ബേസ് കയറി വന്നു. അത് അവന്റെ ഹൃദയത്തിൽ, എടാ ഞാൻ ഇങ്ങനെ കടന്നാൽ മതി, എന്റെ വീട്ടുകാർ എന്നെ പറ്റി ഇങ്ങനെ, എന്റെ സമൂഹം എന്നെ ഇങ്ങനെ ചിന്തിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. എന്നാൽ അവനൊരു ആഗ്രഹം വന്നു, എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒന്ന് പുറത്തു വരണം. അത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത് ദൈവത്തോട് ചോദിച്ചു. അവിടെ വായിക്കുമ്പോ ഇങ്ങനൊരു വേട് കിടപ്പുണ്ട്: അവൻ ചോദിച്ചതിന് ദൈവം അവന് നൽകി. അവൻ ചോദിച്ചതിന് ദൈവം അവന് നൽകി. ഇന്ന് രാത്രികാലം ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവ മക്കളെ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ എവിടെയൊക്കെയോ മറഞ്ഞു കിടക്കുന്ന ഏതൊക്കെയോ വിഷയത്തിൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാളുകളായി നടക്കാത്തൊരു വിഷയമായിരിക്കാം, പലപ്പോഴും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ചിന്തകളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം എന്റെ ദൈവം സർവശക്തനായ ദൈവമാ, എന്റെ ദൈവം സർവജ്ഞാനിയായ ദൈവമാ, എന്റെ ദൈവം ഉന്നതനായ ദൈവമാ, എന്റെ ദൈവം സകല ഭൂരാജാക്കന്മാരെ കാട്ടിലും അധിപനായ ദൈവമാ. അങ്ങനാണെങ്കിൽ അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രികാലം നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ അതെ ചാടിക്കടക്കും. ഏത് ശക്തി എത്ര ശക്തിയോടെ പ്രബലപ്പെട്ടാലും, ഏത് വിഷയങ്ങൾ എത്ര കൊടുമ്പിരി കൊണ്ടാലും, ഇന്ന് രാത്രികാലം എന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. അത് ഞാൻ ഇന്ന് രാത്രികാലം പൂർണ്ണമായി വിശ്വസിക്കുക. ഈ വിഷയത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നമുക്കറിയാം, ഒരു കുരുടൻ ബർത്തിലോമായി വഴി സൈഡിൽ ഇരിക്കുക. ബർത്തിലോമായുടെ ജോലി എന്താ? ബർത്തിലോമായുടെ ജോലി ഹല്ലേലൂയ, ഭിക്ഷയാചിക്കുക. അവന്റെ ജന്മനാ കുരുടനായ വ്യക്തി. എന്നാൽ ഈ ബർത്തിലോമായിക്ക് എവിടെയോ കേട്ടു, യേശു നിന്നെ സൗഖ്യമാകൂ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അവൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകാം, പലയിടത്തും ട്രീറ്റ്മെന്റിന് ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം, പല വൈദ്യന്മാരെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. അവരെല്ലാം പറഞ്ഞിട്ടുണ്ടാകാം, നിന്റെ ആയുഷ്കാലത്തിൽ നിനക്ക് മെഡിക്കൽ സയൻസിൽ ഒരു സുഖം കിട്ടത്തില്ല. എന്നാൽ അവിടെ വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, അവൻ ആ വഴിയൊക്കെ തിരിഞ്ഞ് ഭിക്ഷ യാചിക്കുമ്പോൾ യേശു അതിലെ പോകുക. യേശു പോകുമ്പോൾ വലിയ പുരുഷാരം കൂടെയുണ്ട്. ഈ യാത്രയിൽ ഹല്ലേലൂയ, അവൻ ആ ശബ്ദം കേട്ടിട്ട് അവിടെ ഇരുന്ന ആളിനെ തട്ടി ചോദിക്കുക, ആരാ, എന്താ ശബ്ദം കേൾക്കുന്നത്, എന്താ ഇവിടെ പ്രശ്നം, എന്താ ഇവിടെ പ്രശ്നം? അവൻ പറഞ്ഞു, നസ്രനായ യേശു പോകുന്നു. അവൻ എടോ വലോ നോക്കിയില്ല, അവന്റെ സ്റ്റാറ്റസ് നോക്കിയില്ല, അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, അവന്റെ തൊഴിൽ നോക്കിയില്ല, അവന്റെ യാതൊന്നും അവൻ നോക്കാതെ
അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവനൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. എനിക്ക് ഈ പ്രതിസന്ധി ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുന്ന ഈ വിഷയത്തിൽ നിന്ന് അത് മറ്റാർക്കും ചെയ്യാൻ കഴിയത്തില്ല, അത് മറ്റാർക്കും എന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയത്തില്ല. നസ്രനായ യേശുവിന് കഴിയും. ആ വിശ്വാസത്തോടെ അവൻ ഉറക്ക വിളിച്ചു, ഉറക്ക വിളിച്ചു. അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്, എടാ മിണ്ടാതിരിടാ, മിണ്ടാതിരിടാ, നിന്റെ സ്റ്റാറ്റസ് അല്ലേ യേശുവിനോട് കൂടെ വിളിക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞ് അവനെ ശാസിക്കാൻ നോക്കുന്നു. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ സ്ഥലം ആൾക്കാരെ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ നോക്കിയായിരുന്നെങ്കിൽ അവന്റെ ലാസ്റ്റ് ടൈം വരെ ആ അനുഭവത്തിലൂടെ തന്നെ പോകുമായിരുന്നു. ഇന്ന് രാത്രികാലം യേശു ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ജബേസ് വ്യസനപുത്രനായിരുന്നു. അവന്റെ അഡ്രസ് ആ ലേബലിലായിരുന്നു അറിയപ്പെടുന്നതെങ്കിൽ അവൻ ആ ആഗ്രഹത്തോടെ ദൈവത്തോട് ചോദിച്ചപ്പോൾ അവന്റെ വിഷയത്തിന് ദൈവത്തിന്റെ മറുപടി വന്നു. എന്നും ആ ഒരു അനുഭവത്തിൽ, ആ ഒരു അഡ്രസ്സിൽ, ആ ഒരു പേരിൽ, ആ ഒരു അനുഭവത്തിൽ ഇരിക്കാനല്ല. ഇന്ന് രാത്രികാലം ഒരു വിടുതലുണ്ട്, ഒരു മാറ്റമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നെഹമ്യാവിനെ പറ്റി ഒന്നാം അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഏത് വർത്തമാനമാ? തന്റെ നാട്ടിലെ യെരുശലേമിലെ ചില വിഷയങ്ങളൊക്കെ തന്റെ കാതിൽ തന്റെ സ്നേഹിതന്മാർ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം ഉപവസിക്കാൻ തുടങ്ങി. ഏറെ ദുഃഖിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. എന്തായിരുന്നു നെഹമ്യാവിന്റെ ആഗ്രഹങ്ങൾ? നെഹമ്യാവിന്റെ ആഗ്രഹം യെരുശലേമിന്റെ പുനരുദ്ധിവാസം, നഗരത്തിലേക്ക് മടങ്ങുക, രാജാവിന്റെ പ്രീതി. മനസ്സിലായോ? ഇതായിരുന്നു നെഹമ്യാവിന്റെ ആഗ്രഹം. എനിക്ക് അവിടെ നിന്ന് പോകണം, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കണം. ഇത് വലിയൊരു ആഗ്രഹമാ. എന്നാൽ ഇന്ന് രാത്രികാലം ചിന്തിക്കണമേ, ഇത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ ഇച്ചിരി പാടാണ്. സാഹചര്യങ്ങൾ ഒന്നും അത്ര നല്ലതല്ല. എന്നാൽ അതിന്റെ നടുവിൽ നെഹമ്യാവ് ചെയ്തത് എന്തുവാ? അവിടുത്തെ തടസ്സങ്ങൾ എന്തുവാന്നറിയാമോ? പുറമേ നിന്നുള്ള പരിഹാസങ്ങൾ, എതിർപ്പ്, സൻബല്ലത്ത്, തോബിയാവ് എന്ന് പറയുന്ന ശക്തികൾ, ആന്തരികമായി തളർത്തുന്ന അനുഭവങ്ങൾ, ചതിക്കുന്ന അനുഭവങ്ങൾ, ഭീഷണിപ്പെടുത്തുന്ന അനുഭവങ്ങൾ. എന്നാൽ ഈ വലിയ പ്രതിസന്ധികളെ എങ്ങനെ നെഹമ്യാവ് നേരിട്ടതെന്നറിയാമോ? നെഹമ്യാവ് പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും ജാഗ്രതയിലൂടെയും വിവേകത്തിലൂടെയും അതിനെ ക്രോഡീകരിച്ച് സമന്വയിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് സവിസ്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ആഗ്രഹം, എന്താ ആഗ്രഹം? ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. കാരണം അവിടുത്തെ അവസ്ഥ കേട്ടപ്പോൾ മുതൽ അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി, അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അദ്ദേഹം ഇരുന്ന് ഉപവസിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം നിനക്ക് ഓരോ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെ മറികടക്കുന്നത്, ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെ പുറത്തു വരുന്നത്? ഇന്ന് രാത്രികാലം നീ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാ. അല്ലെ, നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വാധീനമൊക്കെ അല്പം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാ. പലവിധമാകുന്ന കാര്യങ്ങൾ എല്ലാം ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രാപ്തനായ മനുഷ്യനാ. രാജാവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാ. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ രാജാവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് പോകുകയല്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്, എനിക്കതൊന്ന് പോയി പണിയണം, എനിക്കതൊന്ന് ചെയ്ത് തീർക്കണം, എനിക്ക് ആ കാര്യത്തിൽ ഒന്ന് ഇടപെടണം, എനിക്ക് പലതും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ കഴിയാത്ത സാഹചര്യം. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറെ നാൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ചും ദുഃഖിച്ചും കൊണ്ട് നടന്ന അനുഭവത്തെ പറ്റി 1-ാം അധ്യായത്തിൽ കാണാം. 1-ാം അധ്യായം ശാന്തമായി വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോൾ വായിക്കുമ്പോൾ നമുക്കറിയാം നെഹമ്യാവിന്റെ പ്രാർത്ഥന എങ്ങനെയാണെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ പഠിച്ചു വെച്ച പ്രാർത്ഥനയല്ല കേട്ടോ. തന്റെ കുറവുകളും തന്റെ പോരായ്മകളും തന്റെ അവിശ്വസ്തതകളും തന്റെ കുടുംബത്തിന്റെ തന്റെ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ വന്ന കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് അവിടെ യെരുശലേമിലേക്ക് ഒന്ന് പോകണം.
പോകണം. എന്നാൽ സാധ്യതകളും സാഹചര്യങ്ങളും ഒന്നും അനുകൂലം ആയിരുന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? 1-ാം അധ്യായത്തിൽ പ്രാർത്ഥനയാണെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി കാണാം. നിങ്ങൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണാം ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ. രാജാവ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ ഒരു വിഷയമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കിന് രാജാവ് ഇടപെടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഓരോന്ന് ഇദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാ. രാജാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നെഹമ്യാവേ, നിനക്ക് പോണെങ്കിൽ പോകാം, നിനക്ക് എത്ര ദിവസത്തെ അവധി വേണം? ആ അവധി വരെ ഇദ്ദേഹം മനസ്സിൽ കുറിച്ചു വെച്ചേക്കായിരുന്നു. രാജാവ് ചോദിച്ചാൽ ഇത്ര ദിവസത്തെ അവധി പറയാൻ. രണ്ടാമത് നമ്മളവിടെ വായിക്കുമ്പോൾ കാണാം, ഹല്ലേലൂയ, രാജാവിനോട് പറയുന്നുണ്ട്, എനിക്ക് യാത്രയിൽ ചില ക്രമീകരണങ്ങൾ വേണം, അല്ലെങ്കിൽ ചില കത്തുകൾ വേണം. ഹല്ലേലൂയ, അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ കൊടുക്കുന്നതായിട്ട് കാണാം. അടുത്തത് വായിക്കുമ്പോൾ കാണാം, അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് വേണം, തടി, മറ്റ് സംവിധാനങ്ങളെല്ലാം വേണം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇതെല്ലാം മനസ്സിൽ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നടക്കത്തില്ലാത്ത സംഭവം, ഒത്തിരി എതിർപ്പുകളുള്ള മേഖലയാ, അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്നാൽ നിരാശപ്പെട്ടു മടങ്ങി വരാൻ സാധ്യതയുള്ള മേഖലയാ, പലരും വന്നിട്ട് ഇട്ടിട്ട് പോയ മേഖലയാ. ഹല്ലേലൂയ, എന്താകും, എങ്ങനെയാകും? ആ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ തോറ്റുപോകുമോ? പരാജയപ്പെട്ടു പോകുമോ? നിരാശപ്പെടേണ്ടി വരുമോ? ആകുലപ്പെടേണ്ടി വരുമോ? ഈ ഒരു ചിന്താക്കുഴപ്പങ്ങൾ പലപ്പോഴും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് അതിലൊന്ന് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവിടേക്കൊന്ന് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും പിന്നിലോട്ട് വലിക്കുന്ന ചില ശക്തികളില്ലേ. എന്നാൽ ഇതിന്റെ നടുവിൽ ഈ മനുഷ്യൻ എന്തുവാ? ദൈവസന്നിധിയിലിരുന്ന് തന്റെ പ്രശ്നങ്ങളും തന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഇറക്കി വെച്ചു. ദൈവത്തോട് താൻ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു. എന്നാൽ മറുപടി വന്നപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്, രാജാവിന്റെ കൈ അനുകൂലമായും ദൈവത്തിന്റെ കൈ അനുകൂലമായി വന്നു എന്ന് കണ്ടപ്പോൾ ആൾക്കാർ അവരെല്ലാം കൂടെ കൂടി ചേർന്ന് പറയുന്ന വാക്കിതാ, നാം ഒരുമിച്ച് എഴുന്നേറ്റു പണിയും. ഹല്ലേലൂയ, അവന്റെ ദാസന്മാരായ നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റു പണിയും. എന്നാൽ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി അദ്ദേഹം ഒരു കാലഘട്ടം വില കൊടുത്തിരുന്നു. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഒരു ദിവസമല്ല, താൻ രാജാവിന്റെ പാനപാത്രവാഹനായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറെ ദുഃഖവും പ്രയാസവുമാ, ഏറെ ദുഃഖം. ഈ ഒരു അനുഭവത്തിൽ ഈ ആഗ്രഹങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ മറു സൈഡിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. തടസ്സമായി നിന്നതെല്ലാം അനുകൂലമാകാൻ തുടങ്ങി, എതിരായി നിന്നതെല്ലാം അനുകൂലമാകാൻ തുടങ്ങി, പ്രതികൂലമായി നിന്നതെല്ലാം അനുകൂലമായി വരാൻ തുടങ്ങി. നടക്കത്തില്ലെന്ന് ചിന്തിച്ച വിഷയങ്ങൾ പതുക്കെ മൂവ്മെന്റ് ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു സൈഡിൽ അത് നടക്കത്തില്ല, ഇന്നാളുടെ വിഷയത്തിൽ ഇങ്ങനായിരുന്നു, മറ്റേയാളുടെ വിഷയത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനല്ല. ഇന്ന് രാത്രികാലം നിനക്കാഗ്രഹമുണ്ടോ? നിന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നിലൂടെ തന്നെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം നീ വില്ലിംഗ് ആണോ? നിനക്കതിന് ആഗ്രഹമുണ്ടോ? നിനക്കതിന് മനസ്സുണ്ടോ? നിനക്കതിന് താല്പര്യമുണ്ടോ? റീകാരക ശന്തൽ പ്രൗഢാരക, അയ്യോ ഇത് മതി, ഇത്രയും മതി, ഈ ഒരു അനുഭവം മതി, ഈ പ്രാർത്ഥന മതി, ഈ കൂട്ടായ്മ മതി, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അല്ല എല്ലാ ഞായറാഴ്ച ചർച്ചിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ ഉപവസിക്കുന്നുണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന മുടക്കുന്നില്ലല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന ചെയ്യാറുണ്ടല്ലോ, അല്ലെ പേഴ്സണൽ പ്രയർ ചെയ്യാറുണ്ടല്ലോ, എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള അനുഭവം മാത്രമാണെങ്കിൽ അനുഭവത്തിൽ മാത്രം ഇരിക്കും. എന്നാൽ ഇത് രാത്രികാലം ഇത് പോരാ, ഇതിനകത്ത് അല്പം കൂടെ എനിക്കൊരു മാറ്റം വേണം, അല്പം കൂടെ എനിക്കൊരു മാറ്റം വേണം, എന്റെ ശുശ്രൂഷയിൽ ഒരു മാറ്റം വേണം. ഹല്ലേലൂയ, എന്റെ ആത്മീക മണ്ഡലത്തിൽ ഒരു വ്യത്യാസം വേണം. ഇങ്ങനത്തെ പ്രാർത്ഥന പോരാ, അല്പം കൂടെ ആഴമായി ആവേശത്തോടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം വേണം. എത്ര പേര് ഇന്ന് രാത്രികാലം അങ്ങനെ ചിന്തിക്കുന്നു? ചില പ്രവൃത്തിക്കായി, ചില ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഹല്ലേലൂയ എന്നെ ഉപയോഗിക്കണം. എത്ര പേര് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാ എന്റെ
എന്റെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാ എന്റെ ദൈവം. ഇന്ന് രാത്രികാലം നിന്റെ നെഗറ്റീവ് ചിന്തയെല്ലാം നീ മാറ്റിവെക്ക്. നടക്കത്തില്ല എന്നല്ല നീ പറയേണ്ടത്. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ മറികടക്കും. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ അഭിമുഖീകരിക്കും. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഓവർകം ചെയ്യും. പ്രതിസന്ധികൾ ഒരു സൈഡിലുണ്ട്, പ്രതികൂലങ്ങൾ ഒരു സൈഡിലുണ്ട്, എന്നാൽ അനുകൂലമായി ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം നീ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനമേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നെഹമ്യാവിന് ഒരു സൈഡിൽ നോക്കിയാൽ ഈ സൻബല്ലത്ത് തോബിയാവ് എന്ന് പറയുന്ന ശക്തികൾ ഭയങ്കര അസാധാരണമായി പണ്ടത്തെ പോലെ തന്നെ പിന്നെ എതിർക്കാൻ വന്നു. അതുപോലെ തന്നെ വീണ്ടും എതിർക്കാൻ വന്നു. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഹല്ലേലൂയ, 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവര് പഴയ പ്രവൃത്തി പിന്നെയും കൊണ്ടുവന്നു. എന്നാൽ നെഹമ്യാവിന്റെ അടുത്ത് അത് വില പോയില്ല. നെഹമ്യാവിന്റെ അടുത്ത് വില പോകാഞ്ഞതിന്റെ കാരണം നെഹമ്യാവ് വില കൊടുത്താ നിൽക്കുന്നത്. നെഹമ്യാവ് വില കൊടുത്താ നിൽക്കുന്നത്. അത് എത്രമാത്രം ദൈവസന്നിധിയിൽ ഇരുന്നോ അതിന്റെ അത്രമാത്രം മഹത്വം നെഹമ്യാവ് കണ്ടുകൊണ്ടിരിക്കുക. നെഹമ്യാവ് ഇട്ടിട്ട് പോകാനല്ല വന്നത്, നെഹമ്യാവ് പൂർത്തീകരിക്കാനാണ് വന്നത്. നെഹമ്യാവ് കളഞ്ഞിട്ട് പോകാനല്ല വന്നത്, നെഹമ്യാവ് അത് ഹല്ലേലൂയ ഫിനിഷ് ചെയ്യാനാ വന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ എല്ലാ വിഷയത്തിലും ദൈവത്തിന്റെ കരം നെഹമ്യാവ് കാണാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം നിനക്കൊരാഗ്രഹമുണ്ടോ, നിനക്കൊരു മനസ്സുണ്ടോ, നിന്നെ കൊണ്ട് ചെയ്യേണ്ട കാര്യം നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. നീ വില്ലിങ് ആണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം വില്ലിങ് ആയിട്ട് നിന്റെ കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4-ാം അധ്യായം മക്കൾ നിങ്ങൾ ശാന്തമായി വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. അവിടെ വായിക്കുമ്പോൾ കാണാം, അതിന്റെ 16 മുതലൊക്കെ വായിച്ചു വരുമ്പോൾ കാണാം, അവര് വലിയ 4-ാം അധ്യായം പ്രാരംഭവാക്യത്തിൽ വായിക്കുമ്പോൾ ഈ മതിൽ പൊളിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ്, കുറുക്കൻ കയറിയ പൊളിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് അതിന്റെ മാനസികമായി തളർത്താൻ നോക്കുക. അടുത്ത വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോ കാണാം, അതിന്റെ പണി എങ്ങനെയും കളഞ്ഞിട്ട് പോകണം, എങ്ങനെയും ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണം, അതിനുള്ള പദ്ധതികൾ മുഴുവൻ അവര് നോക്കുക. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് ആയുധം ധരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അവര് ഉദ്ദേശിച്ച 52-ാമത്തെ ദിവസം അതിന്റെ പണി പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നാം വായിച്ച വാക്യം മറന്നു പോകരുത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒക്കെയും അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നമുക്കറിയാം, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ, ദാവീദ് ആരായിരുന്നു? ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 36-37 മറ്റ് പല റെഫറൻസ് വായിക്കുമ്പോഴും നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാക്കാൻ കഴിയും. എന്താ ദാവീദിന്റെ പ്രത്യേകത? ഹല്ലേലൂയ. ദാവീദിന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം? 2 ആഗ്രഹങ്ങൾ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ഇസ്രായേലിന്റെ അപമാനത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ഒരു മനുഷ്യൻ നിന്ന് വെല്ലുവിളിക്കുക. അത് ആരാ? മല്ലനായ ഗോലിയാത്ത. അവന്റെ പ്രത്യേകത എന്താ? അവന്റെ ചെറുപ്പം മുതൽ അവൻ യുദ്ധം അഭ്യസിക്കുന്നവനാ, അവൻ ഫെലിസ്ത്യനാ, അല്ലെ? ഈ മനുഷ്യൻ വെല്ലുവിളിക്കുക, ഇസ്രായേലിൽ ആരെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ വാ, എനിക്ക് നേരെ വാ, അല്ലെ നിങ്ങൾ കൂട്ടത്തോടെ വാ, ഞാൻ ഒറ്റ ഒരുത്തൻ മതി എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന്റെ മുമ്പിലേക്ക് ഈ കൊച്ചു മനുഷ്യൻ ചെല്ലുക. ഈ കൊച്ചു മനുഷ്യൻ അപ്പൻ അപ്പവും പറയും, എല്ലാം എടുത്ത് കൊടുത്തു വിട്ടേക്കുക, ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് അവൻ ചെല്ലുമ്പോ കാഴ്ച ശൗലടക്കം വലിയൊരു കൂട്ടം പടയാളികൾ, ഇസ്രായേലിന്റെ പടയാളികൾ മുഴുവൻ മുട്ടുകാല വിറച്ച് മുട്ടടിച്ച് നിൽക്കുക. നടക്കത്തില്ല, തോറ്റുപോകും, ഇവന് നേരെ പറ്റത്തില്ല, ഇവൻ അത്രിക്കാരനാ എന്നും പറഞ്ഞ് തോറ്റു പേടിച്ച് ഭയന്ന് നിൽക്കുന്നതിന്റെ നടുവിലേക്ക് ആരാ ചെല്ലുന്നത്? ദാവീദാ ചെല്ലുന്നത്. അതിന്റെ 36 1 ശമൂവേൽ 17-ന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ, നീ നിന്ദിക്കുന്ന ഇസ്രായേലിനായ ദൈവത്തിന്റെ നാമത്തില ഞാൻ നിനക്ക് നേരെ. അവിടെ വായിക്കുമ്പോ ഇങ്ങനെ, സിംഹത്തെയും കരടിയെയും എന്റെ ദൈവം എന്റെ കൈ തന്നെങ്കിൽ ഈ
മല്ലനായ ഗോലിയാത്തിനെയും എന്റെ കരത്തിൽ ദൈവം തരും. ദൈവത്തിന്റെ നാമത്തിലാ ആർക്ക് നേരെ ചെല്ലുന്നത്? ഈ മല്ലനായ ഗോലിയാത്തിന് നേരെ. എന്താ ഈ മനുഷ്യന്റെ ആഗ്രഹം? ദൈവനാമം മഹത്വം എടുക്കണം. ഇവിടെ ദൈവനാമ മഹത്വം എടുക്കാതെ ഹല്ലേലൂയ ഈ ശക്തി ഇങ്ങനെ ഹൈലൈറ്റ് ആയി നിൽക്കുക. എന്നാൽ ഇത് രാത്രികാലം ഓർത്തു നോക്കിക്കേ, ഇസ്രായേലിന്റെ അപമാനത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കുക എന്നുള്ള ഈ പദ്ധതിക്ക് വേണ്ടി ഈ ബാലകൻ നേരത്തെ യുദ്ധമൊന്നും അഭ്യസിച്ചിട്ടില്ല. ശൗല് ചോദിക്കുന്ന ചോദ്യം ഇതാ, നിനക്കെന്തോ അറിയാം? അവൻ ബാല്യം മുതലേ യുദ്ധം അഭ്യസിക്കുന്നവനാ. എന്നാൽ അടിയൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. എനിക്ക് ചില കാര്യങ്ങൾ അറിയാം. കാട്ടിലാടിനെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലിയ സിംഹവും കരടിയും എന്റെ അപ്പന്റെ ആടിനെ അല്ലിയ തട്ടിക്കൊണ്ടുപോയ സ്ഥാനത്ത് ആ സിംഹത്തെയും ആ കരടിയെയും എന്റെ കയ്യിൽ ദൈവം തന്നെങ്കിൽ ഇവനെയും എന്റെ കയ്യിൽ ദൈവം തരും. ഇന്ന് രാത്രികാലം എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നീ ആരുടെ നാമത്തിലാണ് നിൽക്കുന്നത്? അതാണ് പ്രത്യേകത. അല്ലെ, നീ നായുടെ നേരെ എന്ന പോലാണ് എന്റെ നേരെ വരുന്നത്. എന്നാൽ ദാവീദിന്റെ റിപ്ലൈ ഇങ്ങനെ, നീ നിന്ദിക്കുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ നാമത്തിലാ ഞാൻ നിനക്ക് നേരെ വരുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്നറിയാമോ? നിന്റെ അലലിയ വാല്യൂ എന്താണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ വില എന്താണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ദൈവം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അല്ലെ, നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിൽ ഉള്ളതിനേക്കാൾ വലിയവനാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രികാലം ഏതൊക്കെയോ മേഖലകളിൽ നീ തളർന്ന് നിരാശപ്പെട്ട് കഴിയത്തില്ല, പറ്റത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ, ഇന്ന് രാത്രികാലം നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിനക്ക് ദൈവം കൃപ തരും. സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദൈവം നിനക്ക് കൃപ തരും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മറികടക്കാൻ പലപ്പോഴും എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്ക് കഴിവില്ല, എനിക്കതിന് ജ്ഞാനമില്ല, ഹല്ലേലൂയ, എനിക്കതിനുള്ള സെറ്റപ്പ് ഇല്ല, എനിക്കതിനുള്ള ഒരു ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഒതുങ്ങിയിരിക്കാനല്ല. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കത് ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ആ അഭിഷേകം നിന്റെ മേൽ ദൈവം അയക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് കഴിവുള്ളവരെയല്ല വേണ്ടത്. അല്ലെ, ദൈവം തെരഞ്ഞെടുത്തത് അല്ലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോഷത്വമായത് തെരഞ്ഞെടുത്തത്, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായത് ദൈവം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിന്റെ കപ്പാസിറ്റിയോ നിന്റെ ആത്മീയ ബലമോ നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമോ നിന്റെ പശ്ചാത്തലമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെയാ വേണ്ടത്. നിനക്കാഗ്രഹമുണ്ടോ? നിനക്കാഗ്രഹമുണ്ടോ? ഇന്ന് രാത്രികാലം ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ ഇവിടെ മാനുഷികമായിട്ട് നമുക്ക് ഒരു ചിന്തയുണ്ടാകും, അല്ലേ? നമ്മളും ഇത് പലപ്പോഴും പല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ വ്യക്തികളോ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളോ നമ്മെ നിരാശപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മെ ഹല്ലേലൂയ നമുക്ക് നേരെ എന്തെങ്കിലും അമ്പ് ഇങ്ങനെ എയ്ത് വിടുമ്പോഴോ നമ്മൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ അവസ്ഥയിൽ കിടന്നുകൊണ്ട് പലപ്പോഴും ചില ആഗ്രഹങ്ങൾ നമ്മൾ പറയും, അല്ലെ? ഇതുപോലൊരു മനുഷ്യനെ നമുക്കെല്ലാം അറിയാം. അത് മറ്റാരുമല്ല, ഏലിയാവ്, അല്ലെ? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ ആരാ? രാജ്ഞിയായ ഇസബേൽ പറഞ്ഞു വിട്ടിരിക്കുക, നാളെ ഈ സമയത്ത് നിന്റെ ജീവനെ എടുത്തില്ലെങ്കിൽ ദേവന്മാർ എന്നോട് ചോദിക്കട്ടെ. ഈ ചോദ്യം കേട്ടപ്പോൾ, ഈ സംസാരം കേട്ടപ്പോൾ, ഈ വാക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു ദിവസത്തെ യാത്ര ചെയ്ത് എവിടെ വന്നിരിക്കുക? ചൂരച്ചെടിയുടെ കീഴിൽ വന്നിരിക്കുക. മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ അഭയം പ്രാപിച്ച് കിടക്കുക. നിരാശയാ, ഹല്ലേലൂയ, ആകുലതകൾ വിഴുങ്ങിയിരിക്കുക. ഇന്നലകളിൽ അത്ഭുതങ്ങൾ ചെയ്തവനാ, ഇന്നലകളിൽ പ്രാർത്ഥിച്ചവനാ, ഇന്നലകളിൽ ഓടിയവനാ, ഇന്നലകളിൽ മീറ്റിങ്ങുകളൊന്നും മുടക്കിയിട്ടില്ല, ഇന്നലകളിൽ തീഷ്ണതയോടെ കത്തി നിന്നവനാ. എന്നാൽ ദൈവം കൊടുത്ത ദൂതുകളൊന്നും മറച്ചു വയ്ക്കാതെ ശക്തിയോടെ നിന്ന ഓടിയ മനുഷ്യൻ ഏതൊക്കെയോ ചില സാഹചര്യങ്ങൾ, ഏതൊക്കെയോ ചില വാക്കുകൾ ഇപ്പോൾ ഈ മനുഷ്യനെ ഒതുക്കി ഒരു സ്ഥലത്തിട്ടിരിക്കുക. ഇപ്പോൾ നിരാശയാ, ഇപ്പോൾ പിറുപിറുക്കുക, ഒരു സാധ്യതയോ ഒരു സാഹചര്യമോ ഒന്നും ജീവിതത്തിൽ മുന്നിൽ കാണാതെ ഒരാളിന്റെ വാക്ക്, ഒരു സ്ത്രീയുടെ വാക്ക്, ഈ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് അവള് പറഞ്ഞാൽ അത് ചെയ്യും, അവള് പറഞ്ഞതാ ഇത്യാദി ചിന്തകൾ ഇങ്ങനെ അലട്ടി ഒരു സൈഡിൽ ഒതുങ്ങിക്കിടക്കുന്ന അനുഭവം.
മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഇതിന്റെ നടുവിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ വന്നു. ദൈവത്തിന്റെ ദൂതൻ വന്നു. ഹല്ലേലൂയ. എന്താ ഈ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ വിശ്രമവും കരുതലും, രണ്ട് മുന്നോട്ടുള്ള യാത്ര. ഹല്ലേലൂയ. മൂന്ന് പുതിയ ദൗത്യങ്ങൾ. എന്താ പുതിയ ദൗത്യങ്ങൾ? രാവിലെ രാജാവായ എലിശയെ പിൻഗാമിയായി തെരഞ്ഞെടുക്കുക, ഹസലയേലിനെ അരാമിലെ രാജാവായി അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി നിയോഗങ്ങളുണ്ട്. ഇനി മുന്നോട്ട് പ്രോഗ്രാം ദൈവം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മുന്നോട്ട് ദൈവം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. നാലാമത്തെ ഈ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ഈ ദൈവത്തിന്റെ ആഗ്രഹം ഇവനെ മരണം കൂടാതെ എടുക്കണമെന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന്റെ പ്ലാൻ. ഈ മനുഷ്യന്റെ പ്ലാൻ എന്തുവാ? എനിക്ക് മരിച്ചാ മതി, എനിക്ക് മരിച്ചാ മതി. ആ സ്ത്രീ എന്നെ കൊല്ലും, ആ സ്ത്രീ എന്നെ കൊല്ലും. ഇന്ന് രാത്രികാല പ്രിയമുള്ളവരെ, മാനുഷികമായിട്ടുള്ള വാക്കുകളോ, കുത്തുന്ന വാക്കുകളോ, നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളോ, വെല്ലുവിളിയോ ഒന്നും അല്ല. ഇന്ന് രാത്രികാലം നീ ദൈവ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചതാണെങ്കിൽ ദൈവത്തിന് നിന്നെ പറ്റി ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് നിന്നെ പറ്റി ചില ആഗ്രഹങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതിന്റെ പൂർത്തീകരണം എത്താതെ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതിന്റെ എൻഡാകാതെ നിന്നെ പാതി വഴിയിൽ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നീ വിശ്വസിക്ക്, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്ക്. ഹല്ലേലൂയ. ഏലിയാവിനെ പറ്റി യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ ഉള്ള ഒരു മനുഷ്യനാ. നാം വിഷമിപ്പിക്കുന്ന പോലെ തന്നെ വിഷമിച്ച് കിടക്കുക. ഞാന് ചർച്ചിൽ ചെന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ കാണിച്ചു, പാസ്റ്റർ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ ആച്ചാൻ ഇങ്ങനെ പറഞ്ഞു, ആ മാമ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് നമ്മൾ നിരാശയായി, പ്രാർത്ഥനയില്ല, പിന്നെ കൂട്ടായ്മയ്ക്ക് പോകത്തില്ല. ഹല്ലേലൂയ. ആകപ്പാടെ പ്രയാസവും അല്ലെ? ഇന്ന് രാത്രികാല പ്രിയമുള്ളവരെ, പാസ്റ്റർ അല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു അച്ചായനോ ഒരു അമ്മാമയോ അല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി തിരിച്ചതാ. ഇന്ന് രാത്രി സാഹചര്യങ്ങള് പലപ്പോഴും ഇന്ന് രാത്രി നിനക്ക് എതിരായിട്ട് പലതും തോന്നാം. എന്നാൽ ഇന്ന് രാത്രി നിന്നെ ആരാ വിളിച്ചത്? നിന്നെ ആരാ നിലനിർത്തിയത്? ഇവിടെ വരെ ആരാ കൊണ്ടുവന്നതെന്ന് നീ മറന്നു പോകരുത്. ഒരു കാര്യം കേൾക്കണമേ. ഈ ഏലിയാവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ബാലിന്റെയും എശേരയുടെയും 850 പ്രവാചകന്മാർ നോക്കി നിൽക്കെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യാഗപീഠമൊക്കെ ദഹിപ്പിച്ചത് ഹല്ലേലൂയ ആരിലൂടെ? ഈ മനുഷ്യനിലൂടെ. എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ നിയോഗത്താൽ ഹല്ലേലൂയ പ്രവർത്തിച്ച മനുഷ്യൻ ഇപ്പോൾ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുക. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുന്ന വാക്കിതാ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ, ആർക്കും സഹായം കൊണ്ട് എത്താൻ കഴിയാത്ത മേഖലകളിൽ, ഒരു വഴി ദൂരം, ഒരു ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് ഈ മരുഭൂമി വന്ന് കിടക്കുമ്പോഴും ദൈവത്തിന്റെ ദൂതൻ ചെന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, ഇല്ല, തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, നിനക്കിനി ദൂരയാത്ര ചെയ്യാനുണ്ട്. 40 ദിവസത്തേക്കുള്ള അതിനുള്ള രാവും പകലും ജീവിക്കാനുള്ള അടയും പല കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാ ഏലിയാവിനോട് സംസാരിക്കുന്നത്. അല്ലെ ദൂതൻ കൊടുത്ത അട കൊണ്ട് എത്ര ദിവസം? 40 രാവും 40 പകലും നടന്ന് ഹോരേബിലെത്തിന്ന് അവിടെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രികാലം എന്റെ പ്രിയമുള്ളവരെ, അല്ലെ ദൈവത്തിന്റെ പദ്ധതി ഒന്ന് കണ്ടോ? നിനക്ക് ആർക്കും എത്താൻ കഴിയാത്ത മേഖലകളിൽ, ആർക്കും സംസാരിക്കാൻ കഴിയാത്ത മേഖലകളിൽ, ആർക്കും ഇടപെടാൻ കഴിയാത്ത മേഖലകളിൽ ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തിന് ഇറങ്ങാൻ, പ്രവർത്തിക്കാൻ, ഇടപെടാൻ കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയും? ഇന്ന് രാത്രി നിരാശയെല്ലാം എടുത്ത് പുറത്തു കളാ. അല്ലെ കുത്തി നോപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം പുറത്തു കളാ. നീ ഇന്നലകളിൽ കേട്ടതെല്ലാം ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്. ഇന്ന് രാത്രി നിന്നെ വിളിച്ചത് ആരാ? നിന്നെ പുറത്തിറക്കിയിരിക്കുന്നത് ആരാ? നിനക്ക് കാഴ്ചപ്പാട് തന്നത് ആരാ? നിനക്ക് ദർശനം തന്നത് ആരാ? ഇന്നലകളിൽ നിന്നെ കൈപിടിച്ച് നടത്തിയത് ആരാ? ഇതുവരെ നിന്നെ കൊണ്ടുവന്നത് ആരാ? ആ ദൈവം നാളെ നടത്താൻ ശക്തനാ. ഇന്ന് രാത്രി നിന്റെ ആഗ്രഹം എന്തായിരിക്കണം? അവസാനത്തോളം ഈ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിൽപ്പാൻ, ശക്തിയോടെ നിൽപ്പാൻ, ഏതും എവിടെ എന്തും അല്ലെ ദൈവത്തിനായി നിൽപ്പാൻ എത്ര പേർക്ക് ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്?
ദൂതൻ വിട്ടില്ല, ദൈവം വിട്ടില്ല. ഹല്ലേലൂയ. അവനോട് പറയുക, ഇവിടം കൊണ്ട് തീരാനല്ല, നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇനി ഈ മനുഷ്യനെ നോവിപ്പിച്ച ആ സ്ത്രീയുടെ അവസാനം എന്തുവാ? ബൈബിൾ വായിക്കുമ്പോ കാണാം, അവളുടെ രക്തം നായി നക്കി കുടിച്ചു. ഈ അഭിഷക്തന്റെ അവസ്ഥ എന്തായിരുന്നു? അവനെ ദൈവം എടുത്തുകൊണ്ട് പോയതിനാൽ കാണാതെ ദൈവം എടുത്തു. എലിശ പ്രവാചകൻ നോക്കി നിൽക്കെ ഏലിയാവ് കടന്നു പോകുന്നത് കാണാനിടയായി തീർന്നെന്ന വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രികാലം എന്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ആഗ്രഹം എങ്ങനെയാ? നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എങ്ങനെയാ? ഇന്ന് രാത്രികാലം ദൈവം പ്രവർത്തിക്കാൻ ഒരു സൈഡിലുണ്ട്. ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കുവാൻ, ജയിക്കുവാൻ കഴിവുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രവാചകനാ യോനാ പ്രവാചകൻ. എന്താ യോനാ പ്രവാചകന്റെ പ്രത്യേകത? യോനായുടെ ആഗ്രഹം എന്തായിരുന്നു? യോനായുടെ ആഗ്രഹം നിനവേൽ ശിക്ഷ നടത്തുക എന്നുള്ളതായിരുന്നു. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുക എന്നുള്ളതായിരുന്നു യോനായുടെ അന്തസ്സിനെ. എന്ന് പറഞ്ഞാൽ യോനായ ഒരു കള്ളപ്രവാചകനാണെന്ന് മുദ്ര കുത്തരുത്, അതിനുവേണ്ടി അതായിരുന്നു ഈ മനുഷ്യന്റെ ആഗ്രഹം. മനസ്സിലായോ? ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നിനവക്കാർ മുഴുവൻ ദോഷം ചെയ്യുന്നവരാ, അവര് ക്രൂരന്മാരാ, അവരങ്ങനെ തന്നെ നശിക്കണം. ദൈവം ഉന്മൂലനാശം ചെയ്യാനാ പ്ലാൻ ചെയ്ത്, അത് അങ്ങനെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു യോന. ഇതായിരുന്നു ഈ മനുഷ്യന്റെ ആഗ്രഹം. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഈ മനുഷ്യന്റെ ആഗ്രഹം. മൂന്നാമത്തെ ആഗ്രഹം എന്തുവാ? സ്വന്തം അന്തസ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അവിടെ പോയി നിനവേക്കെതിരായി പ്രസംഗിക്കും. എന്നാൽ ദൈവം അവരനുദപിച്ചു കഴിഞ്ഞാൽ ഈ നിനവെ ദൈവം നശിപ്പിക്കത്തില്ല, അല്ലെ? ദൈവം അവരോട് മനസ്സലിയും. അപ്പോ ഈ മനുഷ്യൻ ആരായി? കള്ളപ്രവാചകനാകത്തില്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വന്തം പേര് കളയരുത് എന്നൊക്കെ ഒരു ചിന്ത ഈ മനുഷ്യനെ അലട്ടിയത് കൊണ്ടാ ഇദ്ദേഹം എന്തോ ചെയ്തത്? തന്റെ ബുദ്ധി ഉപയോഗിച്ച് താൻ പോയി തർശീശിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് കപ്പലിന്റെ അടിത്തട്ടി പോയി കിടക്കാനൊക്കെ ഇടയായി തീർന്നത്. എന്നാൽ ദൈവത്തിന് ഈ മനുഷ്യനെ പറ്റിയുള്ള ആഗ്രഹം എന്തായിരുന്നു? മാനസാന്തരത്തിന്റെ ദൂതനാകുക, വിശ്വസ്തനായ പ്രവാചകനാകുക, ദൈവത്തിന്റെ കരുണ മനസ്സലിവിന് വേണ്ടി നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മാനസാന്തരത്തിന്റെ ദൂതന. ഒരു കൊച്ചു പുസ്തകമായ യോനായുടെ പുസ്തകമെങ്കിലും അസാധാരണ നിയോഗം ലഭിച്ച മനുഷ്യനായിരുന്നു യോനാ പ്രവാചകൻ. എന്നാൽ ഇത് രാത്രികാലം യോനായുടെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും. ആരുടെ ആഗ്രഹം അവിടെ നടന്നത്? യോനായെ നിനവെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് അവിടുത്തെ ജനം മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ഒരു ആലോചനയായിരുന്നെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. നമ്മളൊക്കെ ചില നിമിഷങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങളിൽ ആ ആഗ്രഹത്തിന് വേണ്ടി വില കൊടുത്ത് നമ്മൾ ഓടുമ്പോ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം. അതിൻ്റെ അകത്ത് ദൈവമുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ പദ്ധതിയാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പ്രാവശ്യം സ്വയം ശോധന ചെയ്യാൻ ഇടയാകണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം ഇടയ്ക്കൊന്ന് കൊട്ടും കേട്ടോ. ദൈവം ഏതാണോ ആഗ്രഹിച്ചത് ആ പ്ലാനിലേക്ക് ദൈവം കൊണ്ടുവരും. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം തന്ന നിയോഗപ്രകാരം, ദൈവം തന്ന ദർശന പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ആ കാഴ്ചപ്പാടി തന്നെയാ നീ നിൽക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അസാധാരണ വിജയങ്ങൾ, വിടുതലും മഹത്വവും വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം തരട്ടെ. നിന്റെ വലിയ താല്പര്യമൊക്കെയും ദൈവം നിവർത്തിക്കട്ടെ. നിനക്ക് ഒരു പക്ഷെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുടുംബത്തിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ, അതുപോലെ സമൂഹത്തിൽ ഒക്കെ ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവത്തിന്റെ മഹത്വം നീ കാണുക തന്നെ ചെയ്യും. ദിവസങ്ങൾ ദൈവം തന്ന നിയോഗപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം കാഴ്ചകൾ വയ്ക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ആ ഒരു അനുഭവത്തിലൂടെ മാത്രം ദൈവമേ ഇതുവരെ കൊണ്ടുവന്നത് നീയാ, ഇതുവരെ കരം പിടിച്ചത് നീയാ, ഇതുവരെ നിർത്തിയത് നീയാ. എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ കയറി വന്നത്, എന്റെ അറിവ് കൊണ്ടോ, എന്റെ കുടുംബ പാരമ്പര്യം കൊണ്ടോ, എന്റെ പശ്ചാത്തലം
ബലം കൊണ്ട് ഒന്നുമല്ല. പല മേഖലകളും പലപ്പോഴും എനിക്കെതിരായിരുന്നപ്പോഴും ഇതുവരെ നിർത്തിയത്, അനുകൂലമായി എന്റെ കരം പിടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത് നീയാണെങ്കിൽ എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. രാത്രി ഒരു നിമിഷം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാമോ? എന്തെല്ലാം ആഗ്രഹമുണ്ടോ മനസ്സിൽ? എന്തെല്ലാം ആഗ്രഹം പേറിക്കൊണ്ട് നടക്കുന്നതാണോ ഇന്ന് രാത്രി? അത് ഭൗതിക മേഖലയായിക്കോട്ടെ, അത് ശാരീരിക വിഷയങ്ങളാകട്ടെ, അത് രോഗത്തിന്റെ പ്രയാസമാകട്ടെ, അത് മാനസിക ബുദ്ധിമുട്ടുകളാകട്ടെ, ഇന്ന് രാത്രി ഏത് മണ്ഡലമായാലും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അനേക ഭക്തന്മാരെ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി അവരെ ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവം എന്നോടും നിങ്ങളോട് കൂടെയുണ്ട്. ഒരു നിമിഷം നമുക്ക് ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് ഈ രാത്രിക്ക് തന്ന നല്ല ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജബേസ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, അതിവിശാലമാക്കണം, എന്റെ കൂടെ നിന്റെ കരമിരിക്കണം. അനർത്ഥം എനിക്ക് വ്യസനമായി തീരരുത്. അവൻ ചോദിച്ചതിനെ അവന് നൽകി. അനേക ഭക്തന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഇന്ന് രാത്രി കാലം ഞങ്ങൾ അല്പമായി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഇടയായി തീർന്നു. കേട്ടപ്പോൾ എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ചിലതൂടെ പ്രാപിച്ചെടുപ്പാൻ ഞങ്ങളെല്ലാം ഒരുക്കുമാറാകണം. ഞങ്ങൾക്ക് നൽകിയ നല്ല ആത്മീക കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ പ്രസ്ഥാനത്തെ, ഈ മിനിസ്ട്രിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ദൈവമേ, ഇതിന്റെ വളർച്ചയ്ക്കായി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വിടുതലും ആശ്വാസമാക്കിക്കൊണ്ട് ഇരിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ കുടുംബത്തെ പിന്നെ കർത്താവ് ശക്തീകരിക്കണം. അഭിഷേകത്തോടെ നിർത്തുന്നതിനാൽ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. എല്ലാവർക്കും പ്രത്യേക വന്ദന ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ഷൈമ ബ്രദറിന് തന്റെ കുടുംബത്തോട്, മിനിസ്ട്രിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.